പലവട്ടം പറഞ്ഞ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല. അതല്ല, ഞാൻ ചിലതൊക്കെ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തിരുന്നു. നമ്മുടെ മക്കളുടെ വിവാഹം. പക്ഷേ ഇപ്പൊ ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം നടന്നാലുണ്ടാവുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ ആ വിവാഹം നടക്കാതിരിക്കുക എന്നത് മാത്രമല്ലേ മാർഗമുള്ളൂ. അതിന്റെ പേരിൽ ഏട്ടനും ഞാനും അകലുന്നതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കെന്നും സ്നേഹത്തോടെ കഴിയുന്ന ഏട്ടനും അനിയത്തിയായാൽ മതി. തുളസി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ? തുളസിക്കും ആദിക്കും നമ്മുടെ സന്തോഷമല്ലേ വലുത്. അവര് നമ്മളിൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിരന്തരം പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ അവരും മടുക്കും. ഇപ്പോഴത്തെ തീരുമാനം എന്തായാലും നല്ലതാ. മുന്നോട്ടുള്ള ജീവിതം സന്തോഷമുള്ളതായിരിക്കും. എനിക്കിപ്പം മനസ്സിന് ആശ്വാസം തോന്നുന്നുണ്ട്. നിന്നോടുള്ള അകൽച്ചയുടെ കാരണങ്ങൾ ഇപ്പൊ അവസാനിച്ചു. മനസ്സിലായി പ്രസാദ്. സ്വന്തം അനിയത്തിയോട് പിണക്കം കാണിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാകാതിരിക്കില്ലെന്ന് ഞാൻ പ്രിയോട് പറയുകയും ചെയ്തു. ആ ജോത്സ്യരുടെയും ദുർഗേച്ചിയുടെയും കള്ളക്കഥ ഏട്ടൻ അറിയുന്നത് വരെ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതാ നല്ലത്. എന്നാ പിന്നെ നിങ്ങൾ കയറി. വേണ്ട, ഞങ്ങള് ഓട്ടോയിൽ പോയിക്കോളാം. അതെന്താ, എൻ്റെ ഒപ്പം വരില്ലെന്നാണോ? അയ്യോ, അങ്ങനെയല്ല. ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം പ്രസയ്ക്കൊപ്പം വരുന്നതാ. പിന്നെ പ്രസയ്ക്ക് തിരക്കല്ലേന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാ വർഷവും ഇവൾക്ക് ഞാൻ ഓണത്തിന് ദീപാവലിക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുള്ളതല്ലേ. ഇത്തവണ അത് സാധിക്കില്ല എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. കയറി നിങ്ങളെ. ചേച്ചി, ദുർഗേച്ചി. എന്താ സുലു, ഈ നാട്ടുകാരെ മുഴുവൻ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടുമല്ലോ. അയ്യോ, എന്റെ ചേച്ചി മൊത്തം പാളി. പണി മൊത്തം പൊളിഞ്ഞു. എന്ത് പണിയാ? എന്റെ ചേച്ചി അപ്പുറത്തെ രാധിക ചേച്ചിയില്ലേ, അവരുടെ ആങ്ങളയുടെ കല്യാണത്തിന്റെ ഡ്രസ് എടുക്കാൻ പോയതാ. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ? എന്റെ ചേച്ചി ഈ വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. ശ്വാസം വിടാതെ ഓടി വന്നോണ്ടേ മിണ്ടാൻ പറ്റുന്നില്ല. രാധികയ്ക്ക് എന്താടി പറ്റിയത്? രാധികയ്ക്കല്ല ചേച്ചി, നമുക്കാ പറ്റിയത്. നമുക്കോ? എല്ലാം തീർന്നു. നീ കാര്യം ഒന്ന് പറയൂ ചേച്ചി. പ്രസാദ് സാറും പ്രിയയും കൂടി ടെക്സ്റ്റൈൽസിൽ പോയി പ്രിയക്ക് സാരി വാങ്ങിച്ചു കൊടുത്തുന്ന്. രാധിക ചേച്ചി അവരെ കണ്ടു. രാധിക ചേച്ചിയായി എന്നെ ഇക്കാര്യം വിളിച്ച് പറഞ്ഞത്. അത് സംശയിക്കണ്ട ചേച്ചി, രാധിക ചേച്ചി കണ്ടതാ. ആ പ്രിയ എങ്ങനെയോ പ്രസാദ് സാറിനെ സ്വാധീനിച്ചു. നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പിടിവിട്ട് പോയി. എന്റെ ദേവി, എന്തുമാത്രം കഷ്ടപ്പെട്ട് ഒപ്പിച്ചോണ്ട് വന്നതായിരുന്നു. അതെല്ലാം എന്റെ ദുർഗേച്ചിയുടെ കയ്യിൽ നിന്ന് തെന്നിത്തെറിച്ച് പോയല്ലോ ഈശ്വര. അങ്ങനെയൊന്നും ഈ ദുർഗയെ തോൽപ്പിക്കാൻ പറ്റില്ല. ജയേട്ടാ, നോക്കിയേ, എത്ര നല്ല നിറല്ലേ. ഇത് സാരിയുടെ നിറമല്ല, നിന്റെ മനസ്സിന്റെ സന്തോഷത്തിന്റെ നിറമാണ്. സത്യമാ. എന്റെ ഏട്ടൻ എനിക്ക് വാങ്ങിത്തന്ന സാരി
എനിക്ക് എന്ത് സന്തോഷമായിന്നറിയോ. എന്തായാലും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തന്നല്ലോ. എത്ര പ്രാർത്ഥിച്ചു ഞാൻ. അതെല്ലാം ഇതിനു വേണ്ടിയായിരുന്നു. അകന്നു പോകുന്ന ബന്ധങ്ങൾ തിരിച്ചെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയ സന്തോഷ. എന്റെ പ്രസാദേട്ടനും ഞാനും തമ്മിലുള്ള ഇഷ്ടം ചേട്ടനറിയാലോ. പ്രസാദേട്ടൻ എന്റെ ആരാ? സഹോദരനാണോ? അച്ഛന്റെ സ്ഥാനത്താണോ? അതോ ദൈവത്തിന്റെ സ്ഥാനത്തോ? എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എന്റെ പ്രസാദേട്ടനില്ലാതെ ഞാനില്ല. എനിക്കും അങ്ങനെയാ തോന്നാറ്. എല്ലാം ശരിയാകുമെന്നും ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു. പ്രസയുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ട്. ഇനി സമയവും സൗകര്യവും പോലെ ആ കള്ള ജ്യോതിഷിയുടെ കാര്യവും പറയണം. ആ കാര്യത്തില എന്റെയും സംശയം. ദുർഗേച്ചിയുടെ തെറ്റിന് എന്തായിരിക്കും ഏട്ടൻ നൽകുന്ന ശിക്ഷ? അത് നമ്മുടെ ജീവിതത്തെയും ബാധിക്കുന്ന കാര്യല്ലേ? ദുർഗേച്ചിയുടെ തെറ്റിന് ശിക്ഷ ലഭിക്കേണ്ടത് തന്നെയാണ്. വേണ്ട ജയേട്ട, അങ്ങനെ ചിന്തിക്കണ്ട. ദുർഗേച്ചി എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. ഒരാള് തെറ്റ് ചെയ്ത അയാളെ തെറ്റുകാരനായി മുദ്രകുത്തി ജയിലിലടക്കുകയല്ലേ ചെയ്യുന്നത്? ജയിൽ മനുഷ്യരെ നല്ലതിലേക്ക് തിരികെ കൊണ്ടുവരാൻ നോക്കുന്ന സ്ഥലമല്ലേ? ദുർഗേച്ചിയും നമുക്ക് തിരികെ കൊണ്ടുവരണം. നമ്മുടെ ആ പഴയ ദുർഗേച്ചിയായിട്ട്. ഗുരുവായൂരപ്പൻ അത് സാധിച്ചു തരുമെന്ന് എനിക്കിപ്പോ ഉറപ്പുണ്ട്. തന്റെ ആഗ്രഹം സാധിച്ചാൽ കൊള്ളാം. പക്ഷേ സാധ്യത വളരെ കുറവാണ്. ഒന്നാമത് ദുർഗേച്ചിയുടെ സ്വഭാവം, പിടിവാശി, പൊസസീവ്നെസ്, തൻ്റെ ചിന്തകൾ മാത്രമാണ് ശരിയെന്നുള്ള തോന്നൽ. ഇതൊന്നും അത്ര പെട്ടെന്ന് മാറുന്ന ശീലങ്ങളല്ല. അതൊക്കെ മാറും ചെയ്യട്ട. ദുർഗേച്ചിയുടെ മനസ്സ് വിഷമിക്കുന്ന ഒരു കാര്യം പ്രസാദേട്ടന്റെ മനസ്സിലും സങ്കട. ഏട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കി. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ദുർഗേച്ചി ഉണ്ടാക്കിയിട്ടും പ്രസാദേട്ടൻ ദുർഗേച്ചിയെ സ്നേഹിക്കുന്നു. എല്ലാ തെറ്റുകളോടെയും ഒരാളെ സ്നേഹിക്കുന്നതാ യഥാർത്ഥ സ്നേഹം. ശരികൾ മാത്രമല്ലല്ലോ ഒരു മനുഷ്യൻ. തെറ്റുകൾ മനുഷ്യജീവിതത്തിന്റെ ഭാഗമല്ലേ? ഓ, നാത്തൂനെ തള്ളിപ്പറഞ്ഞത് ഇഷ്ടമായില്ലല്ലേ? ഇങ്ങനൊരു സ്നേഹം വേറെ ആരും നാത്തൂന്മാരോട് കാണിക്കില്ല. എനിക്കെന്റെ ഏട്ടനെ പോലെ തന്നെ ദുർഗേച്ചി. അല്ലെങ്കിൽ പ്രസാദേട്ടന് ഇഷ്ടമുള്ളതൊക്കെ എനിക്കും ഇഷ്ടം. ദുർഗേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ മോനെ നൽകിയത്. അതിൽ പരൊരു കാര്യം ചെയ്യാനുണ്ടോ ജയേട്ട? ആ നന്മ ഇരുട്ടിൽ വീണ സ്വർണം പോലെയായി. തിരികെ കിട്ടിയാൽ അതിനൊരു വിലയുണ്ട്. പക്ഷേ കിട്ടാത്തടത്തോളം കാലം ഇരുട്ടിൽ തപ്പിക്കൊണ്ടേയിരിക്കും. കിട്ടും ജയേട്ട. നഷ്ടാവില്ല നമുക്കവനെ. പ്രസാദേട്ടനും ദുർഗേച്ചിയും ആദ്യം നമ്മുടെ മോനാണെന്ന് തിരിച്ചറിയും. അവനെ നമുക്ക് നൽകും. അതെനിക്ക് ഉറപ്പുണ്ട്. ഗുരുവായൂരമ്പലത്തിൽ തൊഴുതു നിൽക്കുമ്പോ എനിക്ക് കിട്ടിയ മനസ്സിന്റെ ശാന്തതയുടെ അർത്ഥം അതാ. ഉണ്ണിക്കണ്ണൻ എനിക്ക് എന്റെ ഉണ്ണിയെ തിരിച്ചു തരും. അവനൊപ്പം ഗുരുവായൂരമ്പല നടയിൽ നിൽക്കാൻ നമുക്ക് വിധിയുണ്ടാവും. കൃഷ്ണൻ എന്നെ കൈവിടില്ല.
പോലീസുകാർ ഒരുപാട് കള്ളം പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. കാരണം കള്ളന്മാരോടും കള്ളങ്ങളോടും ഒപ്പമാണല്ലോ അവർ ജീവിക്കുന്നത്. എന്താടോ ഇപ്പൊ ഒരു പുതിയ നിരീക്ഷണം? പുതിയ നിരീക്ഷണമൊന്നും അല്ല പ്രസാദേട്ടാ, അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞ സത്യമാ. ഇപ്പോഴും അറിയുന്നുണ്ട്. സഹോദരിക്കൊപ്പം ഷോപ്പിങ്ങിന് പോവുക, സാരി മേടിച്ചു കൊടുക്കുക, വിശേഷങ്ങൾ പങ്കുവെക്കുക, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഭാര്യയുടെ മുന്നിൽ വന്ന് നിൽക്കുക. ഇത്രയും കള്ളത്തരമൊക്കെ ചെയ്യണമെങ്കിൽ അസാധ്യ മനക്കെട്ടി തന്നെ വേണം. അപ്പോഴേക്കും ആ ന്യൂസ് ഇവിടെ എത്തിയോ? ചാരന്മാര് എനിക്കുണ്ട്, പോലീസിനേക്കാൾ ബുദ്ധിയും എനിക്കുണ്ട്. പിന്നെ എന്തൊക്കെ കള്ളത്തരങ്ങളാ പ്രിയ പറഞ്ഞത്? സ്വന്തം സഹോദരന്റെ ജീവിതം കഴിയുന്നത്ര പ്രശ്നത്തിലാക്കിയതിന്റെ സന്തോഷത്തിലായിരിക്കും അവളിപ്പോ, അല്ലേ? സ്വീറ്റ്സ് കഴിക്കേ. ഭാഗ്യം. അപ്പോ പെങ്ങള് നാത്തൂനെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അല്ലേ? അല്ല, ഈ മധുരം വാങ്ങിക്കൊണ്ടുവരുന്നതിന്റെ അർത്ഥമേ ദേഷ്യം ഇല്ലാന്നാണല്ലോ. എടോ, ഞാൻ പ്രിയയ്ക്കൊപ്പം ടെക്സ്റ്റൈൽസിൽ പോയി എന്നുള്ളത് സത്യമാ. ഓർമ്മ വെച്ച നാള് മുതൽ ഓണത്തിനും ദീപാവലിക്കും ഒക്കെ ഞാൻ അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുള്ളതാ. അതിത്തവണ നൽകി. എനിക്കതിൽ സങ്കടമോ പരിഭവമോ ഒന്നുമില്ല. പക്ഷേ സ്വന്തം ഭാര്യയിൽ നിന്നത് മറച്ചു വെക്കുന്നത് എന്തിനാ? പാല് കട്ട് കുടിക്കുന്ന പൂച്ചയായിട്ട് പ്രസാദേട്ടനെ പോലൊരാള് പെരുമാറുന്നത് കാണുമ്പോഴുള്ള വിഷമം കൊണ്ടാ ഞാനിത് പറയുന്നത്. എടോ, താൻ എന്നെ തെറ്റിദ്ധരിച്ചായി പറയുന്നത്. അതുകൊണ്ടാ എന്തെങ്കിലും കേട്ട ഉടനെ ഇങ്ങനെ എടുത്തു ചാടി പെരുമാറുന്നത്. ഞാൻ കണ്ണടച്ച് ഇരുട്ടാക്കി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. തന്നെ മറച്ചു വെച്ച് എനിക്ക് എന്ത് ചെയ്യാനാണാവുക? പിന്നെ വെറുതെ എന്നെ കുറ്റപ്പെടുത്താനാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ഇനി അതല്ല, സംഭവിച്ചത് എന്താണെന്നും പ്രിയ എന്നോട് സംസാരിച്ച കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താൻ ഈ സ്വീറ്റ്സ് ആദ്യം കഴിക്കേ. ഇത് താൻ കഴിച്ചിട്ട് ഞാൻ പറയാം. ഭാഗ്യം, അവള് ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചതൊന്നും പറഞ്ഞിട്ടില്ല. എന്താടോ ആലോചിക്കുന്നത്? അല്ല, നമ്മളിതുവരെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തർക്കിച്ചിട്ടില്ല. പ്രസാദേട്ടന്റെ ഒരു ചീത്ത സ്വഭാവം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുമില്ല. പക്ഷേ പ്രിയ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അത് നമുക്കിടയിൽ കല്ലുകടിയായിട്ട് മാറുന്നുണ്ട്. എന്നാ കേട്ടോ, ഇന്ന് പ്രിയ എന്നോട് സംസാരിച്ചത് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ്. തൻ്റെയും എൻ്റെയും ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിലനിന്നതേ ആദിയുടെയും തുളസിയുടെയും വിവാഹമായിരുന്നല്ലോ. ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി അതിന്റെ പേരിലൊരു വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രസാദേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ടെൻഷൻ ആവണ്ട. ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം വേണ്ടെന്ന് പ്രിയ എന്നോട് പറഞ്ഞു. ഏട്ടനും അനിയത്തിയും എന്ന നിലയ്ക്കുള്ള ബന്ധം മാത്രം മതിയെന്ന് പ്രിയ എന്നോട് പറഞ്ഞത്. നമ്മുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കും അകൽച്ചയൊക്കെ അവസാനിപ്പിക്കാനുള്ളൊരു മാർഗമായിട്ടാണ് അവൾ ഇതെന്നോട് പറഞ്ഞത്. അവൾ ഒരുപാട് സങ്കടപ്പെട്ടു, കുറെ കരയും ചെയ്തു. ഞാനിത് വിശ്വസിക്കില്ല. എടോ, വിശ്വസിക്കാം. പ്രിയ അത്ര പെട്ടെന്നൊന്നും എടുത്ത തീരുമാനമൊന്നും അല്ല ഇത്. ഒരുപാട് ആലോചിച്ചെടുത്ത. കാരണം ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം എന്നത് അവളുടെ ഏറ്റവും വലിയ മോഹമായിരുന്നു. ആ മോഹം അവസാനിപ്പിക്കുമ്പോൾ എല്ലാ തരത്തിലും അവൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് അവൾ പറഞ്ഞൊരു തീരുമാനമാണ്. വാക്ക് അതെപ്പോ വേണമെങ്കിലും മാറ്റാലോ.
എടോ, പ്രിയ പറയുന്നത് ആലോചിക്കാതെ പറയുന്നതല്ല. ആ പറയുന്നത് മാറ്റുന്ന സ്വഭാവം പ്രിയക്കില്ല. കൃത്യമായി ചിന്തിച്ചും കണക്കുകൂട്ടിയൊക്കെ പറയുന്ന തീരുമാനം ഒരിക്കലും മാറ്റി പറയില്ല പ്രിയ. പുതിയൊരു തിരക്കഥ. എടോ, അങ്ങനെ പറയരുത്. അവളും ഞാനും അന്യരായ രണ്ടുപേരല്ല. ഒരേ രക്തമാ ഞങ്ങളിലുള്ളത്. ഒരേ അമ്മയുടെയും അച്ഛന്റെയും മക്കൾ. സ്നേഹിച്ചും പരസ്പരം അറിഞ്ഞും വളർന്നവർ. ഞങ്ങൾക്കിടയിൽ ഒരു തിരക്കഥയുടെയോ നാടകത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. എന്തും പരസ്പരം തുറന്ന് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഏട്ടനും അനിയത്തിയുമാണ് ഞങ്ങൾ. വിശ്വസിക്കാൻ പ്രയാസമാണ് പ്രസാദേട്ടാ. പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്നാവുമ്പോ അതിന്റെ സത്യസ്ഥിതി തിരിച്ചറിയാനും ആവുന്നില്ല. മാത്രവുമല്ല, ഇങ്ങനെ ഒരു തീരുമാനം പ്രിയ എടുത്തെങ്കിൽ എന്നോടല്ലേ അത് ആദ്യം പറയേണ്ടത്? ഞാനല്ലേ നിങ്ങളുടെ ബന്ധത്തിന് നടുവിൽ നിൽക്കുന്ന ആള്. അല്ല, എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും സാരമില്ല, എന്റെ മുമ്പിൽ വെച്ചെങ്കിലും ഇത് പറയാറുന്നില്ലേ? ഒന്ന് ആലോചിച്ചു നോക്ക്. അതല്ലേ അതിന്റെ ഒരു മര്യാദ. എടോ, ഇത് ഞങ്ങള് സഹോദരങ്ങൾ തമ്മിലുള്ള കാര്യമല്ലേ? അതാണ്, നിങ്ങള് സഹോദരങ്ങൾ. നിങ്ങൾക്കിടയിൽ ഞാൻ പുറത്തു നിന്നുള്ളത്. ഈ ചിന്താഗതി മാറാത്തിടത്തോളം കാലം ഒന്നും നേരെയാവാൻ പോകുന്നില്ല. എടോ, ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത് ഞങ്ങൾ തമ്മിലായിരുന്നില്ലേ? ആ തീരുമാനത്തിൽ നിന്ന് മാറാന്നൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ മറ്റാരും വേണ്ടെന്ന് പ്രിയ കരുതിയതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. പ്രിയ ഒരു തീരുമാനം എടുത്താ അതിൽ നിന്ന് പിന്മാറില്ല. വാക്കിന് വ്യവസ്ഥയുണ്ട്. പക്ഷേ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. തുളസി, അവളുടെ തീരുമാനം എന്താ? പ്രിയ പറയുന്നത് അവൾ അനുസരിക്കോ? എന്താ ഒന്നും പറയാത്തത്? തുളസിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പില്ലാതെ പ്രിയയും പ്രസാദേട്ടനും എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ട് എന്താ കാര്യം? ഇതാണ് എന്റെ സംശയം. പ്രിയ ഒരു തിരക്കഥയുണ്ടാക്കി ബാക്കിയുള്ളവരെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞതും അതാ. ഞാനൊരു സത്യം പറഞ്ഞ തനിക്കൊന്നും തോന്നരുത്. എന്നുവെച്ചാ ഇത്രയും നേരം പറഞ്ഞതൊക്കെ കളവാണെന്നാണോ? അല്ല, തന്റെ സംശയം പ്രിയയുടെ വാക്കുകൾ തുളസി അംഗീകരിക്കുവോ എന്നുള്ളതല്ലേ? തുളസിയെ വളർത്തിയത് പ്രിയയാണ്. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരിയുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം തുളസിക്കും ഉണ്ട്. ആ രീതിയിലാണ് പ്രിയ അവളെ വളർത്തിയതും. ഇനി തുളസി തന്റെ മകളായിരുന്നെങ്കിൽ, താനാണ് അവളെ വളർത്തിയിരുന്നതെങ്കിൽ അവൾ തന്റെ വാക്കുകൾ അനുസരിക്കില്ലായിരുന്നു. എടോ, പ്രിയയും ജയനും അവളുടെ ദൈവങ്ങളാ. അവർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും. മാതാപിതാക്കളെ ധിക്കരിക്കില്ല. പ്രിയ വളർത്തിയ കുട്ടിയവള്. നമ്മൾ വളർത്തിയ ആദ്യ പോലെയല്ല തുളസി. ഇനി എന്താ തനിക്ക് വേണ്ടത്? ആദ്യയുടെ വിവാഹമല്ലേ, ആദ്യമായിട്ട് നടത്തിക്കോളൂ. ആരും തടസ്സം നിൽക്കില്ല. എനിക്ക് വാക്ക് തന്നു കഴിഞ്ഞു.
പ്രിയ.